മലപ്പുറം വണ്ടൂർ നടുവത്ത യുവാവ് മരിച്ചത് നിപ ബാധിച്ചെന്ന് സംശയം. ബംഗളൂരുവിൽ പഠിക്കുന്ന യുവാവ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കോഴിക്കോട്ടെ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവാണ്. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലത്തിനായി കാത്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേർന്നുണ്ട്. ശിവദാസ്, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, മലപ്പുറം വണ്ടൂരിലാണ് കഴിഞ്ഞ ദിവസം യുവാവ് മരിച്ചത്. ഇത് നിപ്പ ബാധിച്ച് ആണെന്നാണ് ഇപ്പോൾ സംശയം ഉണ്ടായിരിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ യുവാവിന് ഉണ്ടായിരുന്നു. ഈ യുവാവ് ബാംഗ്ലൂരുവിലായിരുന്നു പഠിച്ചിരുന്നത്. വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. അതിനുശേഷം പിന്നീട് കോഴിക്കോട്ടേക്ക് ഈ യുവാവിന്റെ സാമ്പിൾ, രക്തത്തിന്റെ അടക്കമുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചു. പിന്നീട് കോഴിക്കോട്ടെ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവ് ആണ്. ഇതിന്റെ തന്നെ മറ്റ് ഫലത്തിനായി കാത്തു നിൽക്കുകയാണ്. പൂനെ വൈറോളജി ലാബിലേക്ക് ഇതിന്റെ രക്തത്തിന്റെ അടക്കമുള്ള ഫലം ലഭിക്കാൻ വേണ്ടി സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് കൂടി ഫലം ലഭിക്കണം, എന്നാലേ ഇത് നിപ്പ ആണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ യുവാവ് മസ്തിഷ്ക ജ്വരത്തിനും മസ്തിഷ്ക ആഘാതം സംഭവിച്ച് അങ്ങനെയാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇങ്ങനെയാണ് മരണം എന്നാണ് ആദ്യം ഡോക്ടർമാർ സംശയിച്ചിരുന്നത്. പിന്നീടാണ് ചില ലക്ഷണങ്ങൾ നിപ്പയുടേതിന് സാമ്യമുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് നിപ്പയാണോ എന്ന രീതിയിൽ സംശയം തോന്നിയത്. ആ രീതിയിലുള്ള പരിശോധനകൾ